എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തമ്പനയിലിൽ കണ്ടതുപോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. നമ്മളൊക്കെ പല രീതിയിലുള്ള റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. അതായത് ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ നോട്ട്ബുക്കിലും അതുപോലെ നമുക്കൊരു 1-ാം തീയതി ആകുമ്പോൾ ഇന്ന കാര്യങ്ങൾ, അതായത് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് സ്മോക്കിങ് അതുപോലെ ഫോൺ യൂസേജ് ഇതൊക്കെ കുറയ്ക്കണം അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ ജിമ്മിൽ പോകണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ AJ ഇലക്ട്രിക്കൽ ഫാമിലിക്കുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വീക്ക്ലി വൺസ്, അതായത് എന്നും വേണ്ട, അതായത് വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് ഓഫ് കിട്ടുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളേജ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ അതിന് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ PLC, HMI, VFD, അത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കൺട്രോൾ വയറിംഗ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ അത് ഷോർട്സ് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ പഠിക്കാം, അതുപോലെ റിയൽ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, വീക്ക്ലി വൺസ് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ, അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞ പല രീതിയിൽ, അതായത് വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ മെഷീൻസ്, ഓട്ടോമേഷൻസ്, പ്രോഗ്രാമിങ്, അതുപോലെ ഈവൻ ഇലക്ട്രീഷ്യൻ, ഹൗസ് വയറിംഗ് തൊട്ട് നമ്മുടെ സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം നോളജ് നമ്മൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പറയാനുള്ള മെയിൻ കാരണം, ഞാനിപ്പോൾ ചാനൽ തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, അതായത് സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഈ ഗൂഗിൾ അതുപോലെ യൂട്യൂബ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കിൽ വീഡിയോസ് ഒക്കെ നമുക്ക് നോക്കി തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതുപോലെ പഠിക്കാൻ പറ്റും. അതുപോലെ ഇലക്ട്രീഷ്യന്മാർ, ടെക്നീഷ്യന്മാരൊക്കെ ആ ഒരു ലെവലിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ പുതുതായിട്ട് സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു തോട്ടിലേക്ക് അവർ ഇതുവരെയും വന്നിട്ടില്ല. വളരെ ചുരുക്കം പേരാണ് അവരുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ ടെക്നിക്കലി ഇൻട്രസ്റ്റഡ് കാണിക്കുന്നത്, പുതുതായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു തിങ്കിങ് വരുന്നത് വളരെ കുറവ് ആൾക്കാർക്കാണ്. അതുപോലെ VFD അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് അറിയില്ല, അല്ലെങ്കിൽ അവരത് പഠിക്കാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ആർക്ക് കണ്ടാലും, ഈവൻ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ പോലും അവർക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. അപ്പൊ അത് ഒന്നും കൂടി അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എൻ്റെ മെയിൻ തോട്ട് എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ടു, അതായത് ഇലക്ട്രീഷ്യൻ ടു അഡ്വാൻസ് ലെവൽ, ഒരു എഞ്ചിനീയർ ലെവൽ, ആ ഒരു ലെവലിലേക്ക് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ചിന്ത. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പൊ ഞാനും ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ സമയപരിമിതികൾക്കിടയിൽ ഞാനും ചെറിയ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർക്കറിയാം അത് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് പേര് കമന്റ് അയക്കാറുണ്ട്. അതുപോലെ ഈസി ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫാക്ടറിയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പല ആൾക്കാർ പേഴ്സണലായിട്ട് നമ്മൾ അറിയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ആ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, അതായത് നമ്മുടെ ഒന്നെങ്കിൽ പൊസിഷൻ ചേഞ്ച് ആവണം, അതുപോലെ നമുക്ക് ഹൈക്ക് ഉണ്ടാവണം, ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളേജ് വേണം. ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ എൻക്വയറീസ് വരാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ, അതായത് നമ്മളോട് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലുള്ളവരെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാമോ, അതുപോലെ ടെക്നീഷ്യൻസുമാരൊക്കെ ഒന്ന് അതുപോലെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലേക്ക് നമുക്കൊരു ടെക്നീഷ്യനെ അയക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തോട്ടിൽ നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരാളെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺടാക്ട് നഷ്ടപ്പെടും. നമുക്ക് അറിയാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ആദ്യം എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലൊക്കെ വളരെ കുറവ് ആൾക്കാരാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഒരുപാട് പേര് ഉണ്ടായിരിക്കാം, പക്ഷെങ്കിൽ പുതുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഒരു ചുറ്റുവട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ടെക്നിക്കലി അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരെ കിട്ടാൻ വളരെ പാടാണ്. അതുപോലെ ഇലക്ട്രീഷ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹൗസ് വയറിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടി ഇപ്പൊ പ്രാക്ടിക്കലി അതിലൊക്കെ ഒരുപാട് കാണാനുള്ള പരിമിതികളൊക്കെ ഉണ്ടാവും, മെഷീനറീസും കാരണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു സിമ്പിൾ ഓട്ടോമേറ്റഡ് മെഷീനിൽ ഈ കാണുന്ന പോലെ ഒരു മിനിമം ഒരു 1 VFD ഉണ്ടാവും, അതുപോലെ PLC, HMI, അതുപോലെ അതിന്റെ കൺട്രോൾ വയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വീക്ക്ലി വൺസ് ഒരു ടോപ്പിക്കിനെ തറവായിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്.
റോബർട്ട് കിയോസാക്കിയുടെ ഒരു ബുക്കാണ്. ഈ ബുക്കിൽ ഫിനാൻഷ്യലിനെ പറ്റിയും എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പൈസ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ പറ്റി വളരെ ലളിതമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ല പറയുന്നത്. അപ്പൊ അതിനകത്ത് എനിക്കൊരു കോട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ AJ ഇലക്ട്രിക് ഫാമിലിയോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ വർക്ക് ടു ലേൺ, ഡോണ്ട് വർക്ക് ഫോർ മണി എന്ന് പറഞ്ഞിരിക്കുക. അതായത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും പൈസ വേണ്ടേ, സാലറി വേണ്ടേ? അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മുടെ എയിം എന്ന് പറയുന്നത് നിങ്ങളൊരു ഓണർ അല്ലെങ്കിൽ ബിസിനസ്മാൻ അല്ലെങ്കിൽ എന്തോ ആട്ടെ, നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പറ്റി നല്ല ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഓട്ടോമേഷൻ കമ്പനി, അതുപോലെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വർക്ക് ടു ലേൺ, ഡോണ്ട് വർക്ക് ഫോർ മണി എന്ന് ഈ ഒരു ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് വല്ലാണ്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും, അത് ടെക്നിക്കലി എന്ത് കണ്ടു കഴിഞ്ഞാലും അത് എന്റെ ഭാഗമല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല, ആ ഒരു ചിന്താഗതി മാറ്റിയിട്ട് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പല മെഷീനിലും പല രീതിയിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് ഡെൽറ്റ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. ABB, സീമെൻസ്, യസക്കാവ, അതുപോലെ ഒമറോൺ, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കൺട്രോൾ വയറിങ്ങും അതുപോലെ പ്രോഗ്രാമിങ്ങും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈവൻ സപ്പോസ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പാർട്സ് ഡാമേജ് ആയിട്ടുണ്ട്, അത് ഇവിടെ ലോക്കലി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കും. അത് റീപ്ലേസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യുക. അതൊക്കെയാണ് നമ്മളൊരു ടെക്നീഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നോളേജ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു നോളേജ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ നോളേജ് കൂട്ടണം അല്ലെങ്കിൽ സ്കില്ല് കൂട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ ചാനൽ തീർച്ചയായിട്ടും അതിന് ഉപകാരപ്പെടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ, അതുപോലെ 2026 നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റട്ടെ. അതുപോലെ അടുത്ത 2027 നിങ്ങൾ എൻ്റെ ചാനലിന്റെ അടിയിലായിട്ട് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറിൽ മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ ചെറിയൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കൂടി ആഡ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ എൻ്റെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.